മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 228ാമത്തെ എപ്പിസോഡിൽ കാലി ആഴ്സറിക്കോസം എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ലക്ഷണങ്ങളുടെ ഒരു ധാരാളിത്തമാണ് ഈ ഭാഗത്തും നമ്മൾ കാണുന്നത്. ഇവിടെ പർട്ടിക്കുലർ സിംറ്റംസ് ആണ് മുഖം, തൊണ്ട, വായ, ഉദരം എന്നീ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് പറയുന്നത്. ഓരോ ഭാഗത്തും ലക്ഷണങ്ങളുടെ ധാരാളിത്തമാണ് നമ്മൾ കാണുന്നത്. ചില രോഗികളെ കുറിച്ച് പറയാറില്ലേ, അയാൾക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. ഏതാണ്ട് അതേ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ മുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. കാക്കറ്റിക് ആങ്ഷ്യസ് ഫൈറ്റ് ആൻഡ് ലുക്ക്, അതായത് കണ്ടു കഴിഞ്ഞാൽ ആകെ രോഗാതുരമായൊരു അവസ്ഥ, ശോഷിച്ച് ഉത്കണ്ഠാകുലമായി ഭയന്നാലെന്നതുപോലെ. അയാളുടെ ഭയങ്ങൾ എന്തായിരിക്കും? അയാളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, മരണഭയം, കുടുംബത്തെക്കുറിച്ചൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ജോലിക്ക് എന്ത് സംഭവിക്കും, ബിസിനസ്സിന് സംഭവിക്കും, അങ്ങനെയുള്ള എല്ലാവിധ ആകുലതകളും നിറഞ്ഞ് ആകെ ശോഷിച്ച് ഒരവസ്ഥ. പെയിൽ, വാക്സി ആൻഡ് ക്ലറോട്ടിക്, ആകെ വിളറി ആവശ്യമായിട്ടിരിക്കുന്നു. ലിപ്സ് പെയിൽ, പൊതുവെ ചുണ്ടുകൾക്ക് ഒരു ചുവപ്പ് രാശി ഉണ്ടാകും സാധാരണഗതിയിൽ. ഒരു വെസ്റ്റേൺ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ വിശേഷിച്ചും അത് കാണും. അങ്ങനെയുള്ള ചുണ്ടുകൾ പോലും വിളറിയിരിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വളർച്ചയുടെ ഒരു ആധിക്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ലിപ്സ് ബ്ലൂയിഷ് ഓർ ഈവൻ ബ്ലാക്ക്, ചിലപ്പോൾ ചുണ്ടുകൾക്ക് നിറവ്യത്യാസമുണ്ട്, നീല നിറം, കറുത്ത നിറം ഒക്കെ വരാം. പൊതുവെ ഇവിടെ ചുണ്ടുകളുടെ നീല നിറവും കറുപ്പ് നിറവും ഒക്കെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തചംക്രമണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ ഒരു കോമൺ നോളജിൽ പോകുന്നത്. ഡാർക്ക് സർക്കിൾസ് ബിലോ ദ ഐസ്, കണ്ണിന് താഴെ കറുത്ത വലയങ്ങൾ, അതും മനസ്സിൻ്റെ ദുഃഖത്തിൻ്റെ, ദീർഘകാലമായിട്ട് അനുഭവിച്ചു വരുന്ന സങ്കടത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ട് ഒരു പൊതുബോധമുണ്ട്. ആ ഒരു രോഗിയുടെ അവസ്ഥ അതാണ്. ദ ഫേസ് ഈസ് സങ്കൺ ആൻഡ് പിഞ്ച്ഡ്, ആകെ ദയനീയമായൊരു മുഖം. സങ്കൺ, പിഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ദയനീയത തോന്നും. ഫേസ് കവേർഡ് വിത്ത് ഇറപ്ഷൻസ്, എക്സീമ, ഹെർപ്പസ്, സ്കർവ്സ്, വെസൈക്കിൾസ്. മുഖത്തിൻ്റെ അവസ്ഥ ഞാൻ ഇത് ആദ്യം പറഞ്ഞ പോലെ ആകെ ദയനീയമാണ്. മുഖം മുഴുവൻ പലതരം പരുക്കളുണ്ട്, കുരുക്കൾ, വരട്ടിച്ചൊറി, ചെതുമ്പൽ പോലെ, താരൻ പോലെ ഒക്കെ ഉണ്ട്. ഫർഫറേഷ്യസ് ഇറപ്ഷൻസ് ഇൻ ദ ബിയേഡ്, താടിയുടെ ഭാഗത്ത് ഈ ചെതുമ്പൽ പോലെ അല്ലെങ്കിൽ താരൻ പോലെ. ഇറപ്ഷൻസ് ഓൺ നോസ് ആൻഡ് എബൌട്ട് ദ മൗത്ത്, മൂക്കിലും വായുടെ ഭാഗങ്ങളിലുമൊക്കെ പരുക്കൾ. ദ ഫേസ് ഈസ് സിക്ലി, ഹഗാർഡ് ആൻഡ് സഫറിങ്. മുഖത്തെക്കുറിച്ച് പറയുന്നത് കണ്ടില്ലേ, ലക്ഷണങ്ങളുടെ ആധിക്യം എന്ന് ഞാൻ പറഞ്ഞതാണ്. എല്ലാത്തരം അവസ്ഥകളും, അവശതയുടെ, രോഗാധിക്യത്തിൻ്റെ എല്ലാവിധ അവസ്ഥകളും ഉണ്ട് കേട്ടോ. രോഗിയാണെന്ന് തോന്നും, ക്ഷീണിച്ചതാണ്, സഹനത്തിൻ്റെതായിട്ടുള്ള മുദ്രകൾ ആ മുഖത്തുണ്ട്. ഇച്ചിങ് ഓഫ് ദ ഫേസ്, ഇനി എല്ലാത്തിനും മകളോന്ന പോലെ ചൊറിച്ചിലും. ഇൻഫ്ലമേഷൻ ഓഫ് ദ പാരോട്ടിഡ് ആൻഡ് സബാക്സിലറി ഗ്ലാൻഡ്സ്, ഗ്രന്ഥികളിൽ, മുഖത്തും കവിളിലും ഒക്കെയുള്ള ഗ്രന്ഥികളിലൊക്കെ, കഴുത്തിലൊക്കെയുള്ള ഗ്രന്ഥികളിലൊക്കെ വീക്കം. മച്ച് പെർസ്പിറേഷൻ ഓൺ ഫേസ്, മുഖത്താകെ വിയർപ്പ്. ട്വിച്ചിങ് ഓഫ് ദ മസിൽസ് ഓഫ് ഫേസ്, മുഖത്തെ പേശികളിൽ വലിച്ചുകോച്ചലും അനിയന്ത്രിത ചലനങ്ങളും. അൾസേഴ്സ് ഓൺ ഫേസ് ആൻഡ് ലിപ്സ്, മുഖത്തും ചുണ്ടുകളിലും വ്രണങ്ങൾ. എപ്പിത്തീലിയം ഓഫ് ലിപ്സ്, ചുണ്ടുകളിൽ മുഴകൾ. എഡീമ ഓഫ് ഫേസ്, മുഖമാകെ നീറുകെട്ടി വീർത്തിരിക്കുന്നത്. സോളൻ ലിപ്സ്, ചുണ്ടുകൾ വീക്കം. പെയിൻ ഇൻ ഫേസ് ഇൻ കോൾഡ് എയർ, തണുത്ത വായുവിൽ മുഖത്ത് വേദന. അമീൽറേറ്റ് ബൈ ഹീറ്റ്, ചൂടുകൊണ്ട് ശമനം. കാലി ആഴ്സറിക്കോസത്തിൻ്റെ ഒരു ജനറൽ മൊഡാലിറ്റി. റൊമാറ്റിക് ആൻഡ് ന്യൂറോളജിക് പെയിൻസ് കമ്മിങ് പീരിയോഡിക്കലി, നിശ്ചിത ഇടവേളകളിൽ വരുന്ന നാഡീസംബന്ധമായ വേദനകൾ, വാദസംബന്ധമായ വേദനകൾ. ദ പെയിൻസ് ആർ ബേണിംഗ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്, പൊള്ളുന്ന
കുത്തുന്ന വലിച്ചു കീറുന്ന എല്ലാത്തരം വേദനകളും. മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇനി എന്ത് വേണം, ഇയാളുടെ മുഖത്തിന് വേറെ എന്ത് പ്രശ്നമാണ് ഇനി വരാൻ ശേഷിക്കുന്നത്. ഇനി വായകൾ, അഫ്ത ആൻഡ് അൾസേഴ്സ് ഇൻ മൗത്ത്സ്, വായിൽ ചെറിയ വ്രണങ്ങൾ, വലിയ വ്രണങ്ങൾ ഒക്കെ ഉണ്ട്. ഡ്രൈനസ് ഓഫ് മൗത്ത് ആൻഡ് ടങ്, വായയും ചുണ്ടുമൊക്കെ വായയും നാക്കുമൊക്കെ വരണ്ടു പോകുന്ന അവസ്ഥ. ടങ് ഈസ് റെഡ് ആൻഡ് കോട്ടഡ് വൈറ്റ്, നാവിന് ചുവപ്പ് നിറം, അതിൽ വെളുത്ത ആവരണം വരാം. ഇൻഫ്ലമേഷൻ ഓഫ് ടങ്, നാവിന് വീക്കം. ബ്ലീഡിങ് ഗംസ്, മുണകളിൽ നിന്നും രക്തമൊലിപ്പ്. ഒഫൻസീവ് ഓഡേഴ്സ് ഫ്രം മൗത്ത്, വായിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം. ബേണിംഗ് റോ മൗത്ത് ആൻഡ് ടങ്, വായിൽ പൊള്ളൽ, തൊലി പോയ പോലെ എക്സ്പോസ്ഡ് ആയ പോലുള്ളൊരവസ്ഥ നാവിന്. എക്സ്കോറിയേഷൻ ഓഫ് ദി ടങ്, സോളൻ ഗംസ് ആൻഡ് ടങ്, നാവിനും മോണയ്ക്കുമൊക്കെ എല്ലാത്തരം വീക്കങ്ങളും പൊള്ളലും വേദനയും തൊലി പോയുള്ള അവസ്ഥയും ഒക്കെ ഉണ്ട്. ദ്രവിച്ചു പോയ അവസ്ഥ, നാവിൽ തൊലിയൊക്കെ പോയിട്ട് ദ്രവിച്ചൊരവസ്ഥ. ടേസ്റ്റ് ബാഡ്, ബിറ്റർ, ഇൻസിപ്പിഡ്, പ്യൂട്രിഡ്, സോർ, സ്വീറ്റിഷ്, വായിൽ രുചിയും എല്ലാ തരത്തിലും ഉണ്ട്. മോശം രുചി, കയ്പ്പ്, ആകെ കേടായ ഭക്ഷണമൊക്കെ, കേടായ ആഹാരത്തിൻ്റെ പോലത്തെ രുചി, ചവർപ്പ്, മധുരരസം വരെ ഉണ്ട്. വെസൈക്കിൾഡ് ഇൻ മൗത്ത് ആൻഡ് ടങ്, വായിൽ നാവിലൊക്കെ പരുക്കൾ, പോളൻ ഒക്കെ ഉണ്ട്. ദ ടീത്ത് ആർ സോർ ആൻഡ് ദർ ഈസ് പെയിൻ ഓൺ മാസ്റ്റിക്കേറ്റിംഗ്, ചവയ്ക്കുമ്പോൾ, ആഹാരം ചവയ്ക്കുമ്പോൾ വേദനയുണ്ട്, കാരണം പല്ലൊക്കെ ആകെ സോറായിട്ടിരിക്കും. പെയിൻ ടീത്ത് ഫ്രം കോൾഡ് ഡ്രിങ്ക്സ് ഡ്യൂറിങ് മെൻസസ് എക്സ്റ്റെൻഡിങ് ടു ഇയർ, ഹെഡ് ആൻഡ് ടെമ്പിൾസ്, അമീൽ റെഡ് ബൈ വാംസ്. അപ്പോൾ പല്ലിലെ വേദന, തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോൾ വേദന വരും, വാർത്തകാലത്ത് വരും. ഈ വേദന ചെവിയിലേക്ക് നീങ്ങുന്ന വേദന, തലയിലേക്കും ചെന്നിയിലേക്കും തലയുടെ വശങ്ങളിലേക്കുമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വേദന, ചൂട് കൊണ്ട് അതിന് ശമനമുണ്ട്. പൾസേറ്റിംഗ് ടിയറിംഗ് പെയിൻ ഇൻ ടീത്ത്, വിങ്ങുന്ന പോലുള്ള വലിച്ചു കീറുന്ന പോലുള്ള വേദന. സെൻസേഷൻ ത്രോട്ട് ആൻഡ് ലാരിങ്സ് ആസ് ഫോഴ്സ്ഡ് അസണ്ടർ, തൊണ്ടയിലും ശ്വാസനാളിയിലും ഉള്ളൊരു പ്രയാസം എന്ന് വെച്ചാൽ ഇത് രണ്ടും ബലമായി വേർപെടുത്തപ്പെട്ട പോലെ, ശ്വാസനാളിയും തൊണ്ടയും വേർപെട്ടാൽ എന്ത് ചെയ്യും, ആ പ്രയാസം. ഇൻഫ്ലമേഷൻ വിത്ത് ഹീറ്റ് ആൻഡ് ഡ്രൈനസ്, വീക്കം, ചൂടും അതിനോടൊപ്പം വരേണ്ട അവസ്ഥയും. ലംബ് റൈസിംഗ് ഫ്രം സ്റ്റൊമക് ടു ത്രോട്ട് ലൈക്ക് ഗ്ലോബസ് ഹിസ്റ്റീരിക്കസ്, അമീറഡ് ബൈ ഇറക്ടേഷൻസ്. അപ്പോൾ ഒരു തോന്നലാണ് ഗ്ലോബസ് ഹിസ്റ്റീരിക്കസ്, തൊണ്ടയിലൊരു തടസ്സം, ഒരു മുഴ വന്നിട്ട് തൊണ്ട അടഞ്ഞിരിക്കുന്ന പോലെ തോന്നൽ, എന്നാൽ പരിശോധിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വയറ്റിൽ നിന്നും ഒരു കട്ട, ഒരു മുഴ ഇനി മേലേക്ക് കയറി വന്ന് തൊണ്ടയിൽ വന്ന് അടഞ്ഞിരിക്കുന്ന പോലെ തോന്നൽ. ഇറക്ടേഷൻ, എക്കട്ടം എമ്പക്കൊക്കെ ഇടാൻ നേരത്ത് അതിന് ശമനം കിട്ടും. ചോക്കിംഗ് വിത്ത് കോപ്പിയസ് ഫ്ലോ ഓഫ് സലൈവ, ഉമിനീര് വല്ലാതെ വന്നിട്ട് തൊണ്ട അടഞ്ഞു പോകും. റഫ്നെസ് ആൻഡ് സ്ക്രാപ്പിംഗ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിൽ ഒരു പരുക്കൻ അവസ്ഥ, ചൊറിയുന്നത് പോലെ ഒക്കെയുള്ള ഫീല്. സ്പാസം ഓഫ് ദ ഈസോഫാഗസ്, അന്നനാളത്തിൽ വലിച്ചു പോച്ചൽ. സോളോയിങ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് പെയിൻഫുൾ, അങ്ങനെ വരാൻ നേരത്ത് ആഹാരം ഇറക്കൽ വളരെ പ്രയാസമായിരിക്കും, അല്ലാതെ വേദന ഉണ്ടാവും. ദർ ആർ ബേണിംഗ്, സോർനെസ് ആൻഡ് സ്റ്റിച്ചിങ് ഇൻ ത്രോട്ട്, തൊണ്ടയിൽ പൊള്ളൽ, വേദന, കുത്തുന്ന പോലുള്ള വേദനയൊക്കെ ഉണ്ട്. അൾസേഴ്സ് ഇൻ ത്രോട്ട്, തൊണ്ടയിൽ വ്രണങ്ങൾ. എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സഫറിങ്സ് ഈസ് ഫൗണ്ട് ഇൻ ദ സ്റ്റൊമക്ക്, വയറിലും ഇതേപോലെ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിംറ്റംസ്, ലക്ഷണങ്ങളുടെ ഒരു സംഘം, അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ ഘോഷയാത്ര എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ വായിലും തൊണ്ടയിലും ഒക്കെ കണ്ടു, വയറിലെ അവസ്ഥയും അതുതന്നെയാണ്. ഗ്രേറ്റ് ആങ്സൈറ്റി, വയറ്റിൽ വല്ലാത്തൊരു ഉത്കണ്ഠ തോന്നുന്നു. ആങ്സൈറ്റി ഫ്രം സ്റ്റൊമക് ടു സ്പൈൻ വിത്ത് പാൽപിറ്റേഷൻ, വയറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് സുഷ്മാനാഡിയിലേക്ക്, നട്ടലിലേക്കൊക്കെ അങ്ങോട്ട് പടർന്ന തരത്തിലുള്ള ഒരു ഉത്കണ്ഠ, വയർ കാളൽ, പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്. അപ്പിറ്റൈറ്റ് റേവിനസ് ഓർ വാണ്ടിങ്, അപ്പോൾ വിശപ്പിൻ്റെ കാര്യത്തിൽ, ആഹാരത്തിലുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ അമിതമായിട്ട് അല്ലെങ്കിൽ കുറവ്, രണ്ട് എക്സ്ട്രീമും വരുന്നുണ്ട്.
aversion to food and meat, സാധാരണ ആഹാരത്തോടും മാംസത്തോടുമുള്ള മടുപ്പ്. കോൾഡ്നെസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ് തണുത്തിരിക്കുന്നു. ഡിസൈഡ്സ് സോർ തിങ്സ്, സ്വീറ്റ്സ്, വാം ഡ്രിങ്ക്സ്, ചവർപ്പുള്ള സാധനങ്ങൾ, മധുരമുള്ള സാധനങ്ങൾ, ചൂടുള്ള പാനീയങ്ങളൊക്കെ കുടിക്കാനും കഴിക്കാനും തോന്നും. ദ ഡൈജഷൻ ഈസ് പുവർ ആൻഡ് ദ സ്റ്റൊമക്ക് ഈസ് ഈസിലി ഡിസോർഡേഡ്. ദഹനത്തിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ വയറാകെ ക്രമം തെറ്റിക്കിടക്കുക. വിത്ത് ഡിസ്റ്റൻഷൻ ഫ്രം ഫ്ലാറ്റ്ലൻസ്, വായു വന്ന് വീർത്ത് കിട്ടിയിരിക്കുന്നു. എം ടി സിങ്കിങ് സെൻസേഷൻ ആൻഡ് ഫെയിൻനെസ്, വയറ് കാലിയായതുപോലെ വയറിൽ ഒരുതരം കാളൽ മാതിരി ബോധം മറഞ്ഞു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ മന്ദിച്ചു പോകുന്നൊരവസ്ഥ. ഇറക്ടേഷൻസ് ആഫ്റ്റർ ഈറ്റിംഗ് ബിറ്റർ എം ടി ഓഫ് ഫുഡ്സ് ഓഫ് ഓർ സോർത്രings, ആഹാരം കഴിച്ച ശേഷം പുളിച്ചത് കിട്ടി വരും. അതിന് കയ്പുണ്ടാകാം, വയറ് കാലിയാകാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെയുള്ള തികട്ടലുണ്ടാകാം, അല്ലെങ്കിൽ ആഹാരം തികട്ടി വരാം, അല്ലെങ്കിൽ പുളിച്ച ദ്രാവകങ്ങൾ തികട്ടി വരാം. വാട്ടർ ബ്രഷ്. ഫുൾനെസ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ഉടനെ വയറായി വീർത്ത് നിറഞ്ഞ പോലെ. ഹെവിനെസ് ആഫ്റ്റർ ഈറ്റിംഗ് ലൈക്ക് എ സ്റ്റോൺ, വയറിൽ കല്ല് വന്ന പോലെ, ആഹാരം കഴിച്ച് കഴിയുമ്പോൾ കല്ല് വന്ന പോലെ. കാരണം വയറാകെ ഡിസോർഡർ ആണെന്ന് നേരത്തെ പറഞ്ഞു. ആ ഡിസോർഡർലിനെസ് എല്ലാ തരത്തിലും എക്സ്പ്രസ് ചെയ്യുകയാണ്. ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിൽ. ദ മോസ്റ്റ് ഒബ്സ്റ്റിനേറ്റ് ഫോം ഓഫ് ഗ്യാസ്ട്രൈറ്റിസ് അക്യൂട്ട് ആൻഡ് ക്രോണിക്. അപ്പോൾ ഉദരത്തിലെ സ്ഥലം അതിന് വീക്കം വന്നിട്ട് എല്ലാത്തരം പ്രശ്നങ്ങളും, അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ അക്യൂട്ടും ക്രോണിക്കുമാകാം. ലോത്തിങ് ഓഫ് ഫുഡ്, അങ്ങനെ പറയുമ്പോഴേക്കും ആഹാരത്തിനോട് മടുപ്പ്. വിത്ത് മോസ്റ്റ് കംപ്ലൈൻറ്റ്സ് ദർ ഈസ് ഇൻറ്റൻസ് നോസിയ, വയറിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളോട് ചേർന്നും വല്ലാതെയുള്ള ഓക്കാനം, ഛർദ്ദിക്കാൻ വരലുണ്ട്. ഇറ്റ് ഹാസ് നോസിയ ഡ്യൂറിങ് ചിൽ, ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്, ഡ്യൂറിങ് കോഫ്, ആഫ്റ്റർ ഡിന്നർ, ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് ഹെഡ് ഏക്ക്, ഡ്യൂറിങ് മെൻസസ് ആൻഡ് ഡ്യൂറിങ് സ്റ്റൂൾ. അപ്പോൾ ഓക്കാനം വരൽ ഏതാണ്ട് എല്ലാ അവസ്ഥകളിലുണ്ട്. കുളിരും പനിയും വരുമ്പോഴുണ്ട്, തണുത്ത പാനീയങ്ങൾ കുടിച്ച ശേഷമുണ്ട്, ചുമയ്ക്കുമ്പോഴുണ്ട്, അത്താഴം കഴിച്ച ശേഷമുണ്ട്, സാധാരണ ആഹാരം കഴിച്ച ശേഷമുണ്ട്, തലവേദനയുടെ സമയത്തുണ്ട്, ആർത്തവത്തിൻ്റെ സമയത്ത്, മലശോധന സമയത്ത്. ഓക്കാനം വരലും ഏതാണ്ട് എല്ലാ അവസ്ഥകളിലും ഉണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് നോസിയ ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലത്തുള്ള ഓക്കാനം വരൽ, അതിനെയും കാലിയാർസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. The pains are burning, cramping, cutting, pressing, soreness, stitching, and they come on at night and are worse after food and cold drinks. അപ്പോൾ വേദനകൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട വേദനകൾ, ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം വേദനകളുണ്ട്. ഇല്ലാത്ത വേദനയൊന്നും ഇല്ല. അത് രാത്രി വരാം, ആഹാരത്തിന് ശേഷം അത് കൂടുതൽ വർദ്ധിക്കാം, തണുത്ത പാനീയങ്ങൾക്ക് ശേഷം വർദ്ധിക്കാം. ആൻഡ് അമീലറേറ്റ് ബൈ ഹീറ്റ്, ചൂട് പിടിച്ചാൽ ചൂടുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ട്. റച്ചിങ് ഓൺ കോഫിങ്, ചുമയുടെ സമയത്ത് വല്ലാതെ ഛർദിൽ, പക്ഷെ ഒന്നുമില്ല, ഛർദിക്കും. പൾസേറ്റിംഗ് ഇൻ സ്റ്റൊമക്ക്, വയറ്റിൽ വിങ്ങൽ. ടൈറ്റ്നസ് ഫെൽറ്റ് ഇൻ സ്റ്റൊമക്ക്, വയറിലാകെ വലിഞ്ഞു മുറിയിരിക്കുന്ന പോലെ. തേഴ്സ്റ്റ് എക്സ്ട്രീം ഡ്യൂറിങ് ഹീറ്റ്, പനിയുടെ ചൂടുള്ള സമയത്ത്, ചൂട് സാഹചര്യങ്ങളിലൊക്കെ വല്ലാത്ത ദാഹം. ആൻഡ് ഫോർ വാം ഡ്രിങ്ക്സ് ഡ്യൂറിങ് ചിൽ, കുളിരിൻ്റെ സമയത്ത്, കുളിരും പനിയുള്ളപ്പോൾ ചൂടുള്ള പാനീയങ്ങളോട് താല്പര്യം. ഇൻ ക്രോണിക് കംപ്ലൈൻറ്റ്സ് ഇറ്റ് ഈസ് തേഴ്സ്റ്റ്ലെസ് ലൈക്ക് ആർസനിക്കം. ആർസനിക്കത്തെ പോലെ പഴകിയ അവസ്ഥകളിൽ അത് ദാഹമില്ല. അക്യൂട്ട് കണ്ടീഷൻസ് വരുമ്പോൾ പലതരം ദാഹങ്ങൾ, പ്രത്യേകിച്ചും ചൂട് പാനീയങ്ങളുള്ള ദാഹം. വൊമിറ്റിംഗ്, ബൈൽ, ഫുഡ്, മ്യൂക്കസ്, സോർ, വാട്ടറി, അഗ്രിവേറ്റഡ് മോർണിംഗ് ആൻഡ് ഡ്യൂറിങ് നൈറ്റ്, ഓൺ കോഫിംഗ്, ആഫ്റ്റർ ഡ്രിങ്കിങ് കോൾഡ് വാട്ടർ, ആഫ്റ്റർ ഈറ്റിംഗ്, വിത്ത് ഹെഡ് ഏക്ക്. അപ്പോൾ ഛർദിലും എല്ലാ തരത്തിലുമുണ്ട്. പിത്തരസം, കയ്പുള്ള ഛർദ്ദിച്ചു പോകുന്നു, ആഹാരം ഛർദ്ദിച്ചു പോകുന്നു, കഫം, പുളിപ്പുള്ള വെള്ളം, വെറുതെ വെള്ളം ഒക്കെ ഛർദ്ദിച്ചു പോകുന്നു. പ്രഭാതത്തിൽ വർധന, രാത്രിയിൽ വർധന, ചുമക്കുമ്പോൾ വർധന, തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞ വർധന, ആഹാരം കഴിച്ച വർധന, ഒപ്പം തലവേദനയും. കോൾഡ്നെസ് ഫെൽറ്റ് ഇൻ ഓൾ അബ്ഡമൻ, അടിവയറ്റിന് മൊത്തം ഒരു തണുത്ത ഫീല്. മസ്റ്റ് ഹാവ് മച്ച് വാംത്ത്, അത് ശരിക്കും ചൂട് പിടിക്കണം. ചൂട് പുറത്ത് അപ്ലൈ ചെയ്യുകയോ ചൂട് കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറാകെ വീർത്ത് കെട്ടുന്നു. ടിംഫാനറ്റിക് ഡിസ്റ്റൻഷൻ ഓഫ് ആൻഡ് ഡ്രോപ്സി, ചെണ്ട പോലെ വയർ വീർത്ത് കെട്ടുന്നു.
നീരുകെട്ടിയ അവസ്ഥ, നീരുകെട്ടി വിങ്ങിയ അവസ്ഥ. ഫ്ലാറ്റ്ലൻ ഡിസ്റ്റൻഷൻ, വായു ഒന്നാകെ നിറഞ്ഞിരിക്കുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ഇൻറ്റസ്റ്റിൻസ് വിത്ത് അൾസറേഷൻ, കുടലുകളിൽ വീക്കം ഒപ്പം വ്രണങ്ങളും. ആൻഡ് ഓഫ് പെരിട്ടോണിയം, ഉദരസ്ഥലത്തിലും വീക്കവും വ്രണങ്ങളുമുണ്ട്. ദ അബ്ഡമൻ ഈസ് വെരി പെയിൻഫുൾ അറ്റ് നൈറ്റ്. സ്വാഭാവികമായിട്ട് ഈ അവസ്ഥ വരാൻ നേരത്ത് ഉദരസ്ഥലത്തിലൊക്കെ വീക്കവും വ്രണങ്ങൾ വരുമ്പോൾ വല്ലാതെ വേദന വരും. രാത്രി അടിവയറ്റിൽ രാത്രിയിൽ പെയിൻ ഓൺ കോഫിംഗ് ഡ്യൂറിങ് ഡയറിയ, ചുമക്കുമ്പോൾ വയറിളക്കത്തിൻ്റെ സമയത്ത്, ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്യൂറിങ് മെൻസസ്, ഡ്യൂറിങ് സ്റ്റൂൾ. നേരത്തെ ഓക്കാനത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഉള്ള സാഹചര്യങ്ങളാണ് അടിവയറ്റിലുള്ളത്. പെയിൻ ഇൻ ലിവർ, കരളിൻ്റെ ഭാഗത്ത് വേദന. ഹൈപ്പോഗാസ്ട്രിയം, അടിവയറിൻ്റെ ഭാഗത്ത്, പൊക്കിളിൻ്റെ പിൻഭാഗം, ആ ഭാഗത്തൊക്കെ വേദന. ഗാൾ സ്റ്റോൺ കോളിക്, നമ്മൾ നേരത്തെ കണ്ടാണ് പിത്തസഞ്ചിയിലെ കല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിഭയാനകമായ വേദന, മരിച്ചു പോകുന്നതൊക്കെ തോന്നുന്ന വേദന. ദ വോൾ അബ്ഡമൻ ബേൺസ്, അടിവയറ് മൊത്തം പൊള്ളുന്നു. ക്രാമ്പിംഗ് ബിഫോർ സ്റ്റൂൾ ആൻഡ് കോൺസ്റ്റന്റ് ഡിസയർ ഫോർ സ്റ്റൂൾ, മലശോധനയ്ക്ക് മുമ്പ് ആകെ വലിച്ചു കോച്ചൽ, മാത്രമല്ല എപ്പോഴും മലശോധനയ്ക്കുള്ള ഒരു തോന്നൽ. കട്ടിങ് ഇൻ അബ്ഡോമൻ ആൻഡ് ലിവർ, അടിവയറ്റിലും കരളിൻ്റെ ഭാഗത്തും വെട്ടിമുറിക്കുന്ന പോലുള്ള വേദന. പ്രസ്സിങ് പെയിൻ ഇൻ ലിവർ, കരളിൽ ആകെ ഞെരിക്കുന്ന പോലുള്ള വേദന. സോർനസ് ഇൻ അബ്ഡോമൻ ആൻഡ് ലിവർ, അടിവയറ്റിലും വയറിലുമൊക്കെ നൊമ്പരം. സ്റ്റിച്ചിങ് ഇൻ അബ്ഡോമൻ, ലിവർ ആൻഡ് ഗ്രോയിൻ, കരളിൻ്റെ ഭാഗത്തും അടിവയറ്റിലും അരക്കെട്ടിൻ്റെ ഭാഗത്തുമൊക്കെ കുത്തുന്ന പോലുള്ള വേദന. വയറിൻ്റെ ഭാഗത്ത് മൊത്തത്തിൽ, ശേഷം കരളിൻ്റെ അവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പൾസേറ്റിംഗ് ഇൻ അബ്ഡമൻ, അടിവയറ്റിൽ വിങ്ങൽ. ഗ്രേറ്റ് അണീസ്നെസ് ഇൻ അബ്ഡമൻ, വയറ്റിൽ വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്ത പ്രയാസം, ഒരു വിഷമത. റംബ്ലിംഗ് ബിഫോർ സ്റ്റൂൾ, മലശോധനയ്ക്ക് മുമ്പ് ആകെ ഇരമ്പൽ. ട്വിച്ചിങ് ഓഫ് ദ മസിൽസ് ഓഫ് അബ്ഡമൻ, അടിവയറ്റിലെ പേശികളിൽ വലിച്ചു കോച്ചിട്ട്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ശരിയല്ലേ? ലക്ഷണങ്ങളുടെ ആധിക്യം, ലക്ഷണങ്ങളുടെ സമൃദ്ധി, ലക്ഷണങ്ങളുടെ ധാരാളിത്തം, അതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതേപോലെ വളരെ വിലപ്പെട്ട പല ലക്ഷണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മാറാവ്യാധികളെന്ന് പറഞ്ഞുകൊണ്ട് അശരണരായിട്ട് വശം കെട്ട് ഗതികെട്ട് വരുന്ന രോഗികൾക്കൊക്കെ നമുക്ക് സമാശ്വാസം കൊടുക്കാൻ പറ്റും. കൊടുക്കണമെങ്കിൽ ഇതേപോലുള്ള ലക്ഷണങ്ങളുടെ ധാരാളിത്തമുള്ള, ലക്ഷണങ്ങളുടെ സങ്കീർണതയും ആഴവും പരപ്പുമൊക്കെയുള്ള വളരെ ക്രോണിക് നേച്ചറുള്ള ആൻറ്റി മിയാസ്മാറ്റിക് പ്രോപ്പർട്ടീസുള്ള ഔഷധങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. നമുക്ക് കെൻറ്റിൻ്റെ ഈ പുസ്തകത്തിൽ നിന്നും അത്തരം ഉൾക്കാഴ്ചകൾ ലഭിക്കും. കാരി ആർസനിക് ഔഷധത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.